ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മാർക്കോ മൂവി കണ്ടുവന്നിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടം. വയലൻസ് മൂവികൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്നത് കില്ലാണ്. അത് നല്ല ഒന്നാം തരം വയലൻസ് ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഇന്ത്യൻ ഫിലിമിലെ ആദ്യത്തെ വയലൻസ് ഫിലിം എന്നല്ല, ബ്രൂട്ടലി വയലൻസ് ഫിലിം എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനും മുകളിലേക്ക് ഒരു ബ്രൂട്ടൽ വയലൻസ് ഫിലിം ഇതുവരെ ഇന്ത്യൻ ഫിലിമിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇൻ്റർനാഷണൽ ഫിലിംസ് എല്ലാം കൊറിയൻ ഫിലിംസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു വയലൻസ് ആയിപ്പോയി, സമ്മതിച്ചിരിക്കണം. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്നത് ഹനീഫ് അദേനിയാണ്. ഹനീഫ് അദേനി അറിയാം നമുക്ക്, ദ ഗ്രേറ്റ് ഫാദർ, പിന്നെ അബ്രഹാമിൻ്റെ സന്തതികൾ, മൈക്കിൾ, എല്ലാം അടിപൊളി സിനിമകളായിരുന്നു. അതിൽ ഗ്രേറ്റ് ഫാദർ പുള്ളി റൈറ്ററായിരുന്നു, ബാക്കിയെല്ലാം റൈറ്റർ കം ഡയറക്ടറായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്ററും പുള്ളി തന്നെയാണ്. പിന്നെ പ്രൊഡ്യൂസർ ഷെറീഫ് മുഹമ്മദ്. പുള്ളിയെ സമ്മതിച്ചു പറ്റൂ. കാരണം ഇങ്ങനൊരു സിനിമ, ഇത്രയും ബ്രൂട്ടലി വയലൻസ് ആയിട്ട് സിനിമ വിജയിക്കും എന്ന് ഉറപ്പുണ്ടോ ഇല്ലയെന്ന് അറിയാതെ പുള്ളി ചെയ്തൊരു പടമാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രയോ മലയാള സിനിമകൾ 8 നാലേ പൊട്ടിപ്പോകുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഒരു കഥ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇത് മുന്നേ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട്. പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏത് തരം പ്രേക്ഷകരാണ് ഇത് കാണേണ്ടതെന്ന് അവർ അടിയുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സംബന്ധിച്ചപ്പോൾ അവരൊരു പ്ലാനിങ് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചന്ദ്രു സെൽവരാജ്, പിന്നെ ഷമീർ മുഹമ്മദാണ് എഡിറ്റർ. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അതല്ലെങ്കിലും ഹനീഫ് അദേനിയുടെ സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം നമുക്ക് അതിൻ്റെ ഒരു കട്ട്സും കാര്യങ്ങളും എഡിറ്റിങ്ങും എല്ലാം പക്കയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് മറ്റേ മൈക്കിളിൽ കണ്ടപ്പോൾ അറിയാം, മിക്കായിൽ കണ്ടപ്പോൾ അറിയാമല്ലോ, മിക്കായിൽ ഉള്ളിലക്കല്ലക്കല്ലക്ക എന്നൊക്കെ ഒരു സാധനം കണ്ടിട്ട് ഓർമ്മയില്ലേ. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക കട്ട്സാണ് പുള്ളിയുടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ. പുള്ളി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് മെയിനായിട്ട്. പക്ഷേ ആദ്യത്തെ മലയാളം ഫിലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു BGM അടിപൊളിയായിട്ടുണ്ട്. അതായത് സിനിമയായിട്ട് എന്താ പറയുക ചേർന്നഴുകി പോകാന്ന് പറയില്ല, അത് മൊത്തം വയലൻസ് ആണ്. കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തം ഫാമിലി ഒന്ന് ഇതായി വരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചു വരുന്നു. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫും പിന്നെ ഒന്നും നോക്കണ്ട, ആ രീതിയിലുള്ള ചോരക്കളിയാണ്. ചോര എന്ന് പറഞ്ഞിട്ടല്ലോ, പിന്നെ ഫുൾ ചോര മാത്രമാണ്. ചോരയില്ലാണ്ട് ഇവർക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ളതാണ് പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്ത് പറയണു. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ എടുത്തു പറയാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിങ് അറിയാലോ. ഉണ്ണി മുകുന്ദൻ ഈസ് ദ വൺ ആൻഡ് ഓൺലി, ഈസ് ദ മാൻ ഓഫ് ദീസ് ഫിലിം. പുള്ളിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ ആ ഒരു സ്വാഗും പുള്ളിയുടെ ആ ഒരു ഗെറ്റപ്പും പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫിറ്റ്നസ്സും എല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്തൊരു ഫിലിം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ അത്രയധികം ട്രോളും കാര്യങ്ങളും കിട്ടിയൊരു നടനാണ്. പക്ഷേ പുള്ളിയുടെ ഒരു കാലിബർ ആക്ഷൻ എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു എന്താ പറയുക, അത് നമ്മൾ എനിക്കിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് സ്പോയിലറാവും. അതുകൊണ്ട് എനിക്കിത് കൂടുതലായിട്ട് പറയാനും പറ്റാത്തൊരവസ്ഥ. ആ നിലയ്ക്കുള്ള ഒരു പരിപാടികളും പുള്ളിയുടെ ഇൻട്രോയും പിന്നെ പുള്ളി ചർച്ചിലൊക്കെ വന്നിട്ടുള്ളൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അന്യായ സ്വാഗ് സീനാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത് ജഗദീഷിൻ്റെ ഓരോ സിനിമ കഴിയും തോറും പുള്ളി വേറെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പണ്ട് ഫസ്റ്റ് കാലഘട്ടങ്ങളിൽ ഒരു 80s 90s കോമഡികളിലൂടെ തിളങ്ങി നിന്നിട്ടും പിന്നീട് പിന്നെ ഒരു ചളി വേരി എറിയുന്ന രീതിയിലൊക്കെ എത്തി പുള്ളി അവസാനം. പക്ഷേ പുള്ളി കുറേ ആൾ ബ്രേക്ക് എടുത്തു. പിന്നീട് വന്നതിന് ശേഷമുള്ള ഓരോ ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേറെ രീതിയാണ്, ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈല്. അപ്പോൾ അത് പുള്ളി ഇത് മുന്നേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് അത്രയധികം വയലൻസ് ഫിലിമാണ് പുള്ളിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അത് കറക്റ്റാണ്. പുള്ളി ആ രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെയാണ് ഇതിലും പിടിച്ചാണ്. പിന്നെ സിദ്ദിഖിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിയുടെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും ഫാമിലി ഇതായിട്ടുള്ളതും കാണിക്കുന്നു. പിന്നീട് അങ്ങനെ അത് നമുക്കറിയാമല്ലോ, ഇത് സ്പിൻ ഓഫാണ്, മിക്കായേൽ ഫിലിമിൻ്റെ സ്പിൻ ഓഫാണെന്ന് അറിയാലോ. അപ്പോൾ മിക്കായലിൻ്റെ മുമ്പ് നടന്ന ഒരു ഇതായിട്ടുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. പിന്നെ പറയാനുള്ളത് വില്ലൻ കബീർ ദുഹാൻ സിംഗ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഒരു പ്രസൻസും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എന്താ പറയുക കൊല തന്നെയാണ്, കൊലയും ചോരക്കളിയുമാണ് ഇതിൽ പരിപാടി മൊത്തം. വില്ലന്മാരും കൊല്ലുന്നു, ഇവർ കൊല്ലുന്നു. സത്യം പറഞ്ഞാണല്ലോ, ഇത് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയുന്നു, ലോല ഹൃദയരൊന്നും ഈ പടത്തിന് പോയി തലവെച്ച് കൊടുക്കരുത്. കാരണം വയലൻസ് സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്.
അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇത് പോയി കാണും എന്നൊന്നും അറിയില്ല. കാരണം ഫാമിലി സ്ത്രീകൾക്കൊക്കെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടിയല്ല ഇതിൽ ചെയ്തു വെച്ചാണ്. കുട്ടികളൊന്നും ഒരിക്കലും കൊണ്ടുപോകരുതെന്നാണ് പറയണത്. കാരണം അവരൊന്നും നമ്മളെന്താ പറയുക, ഈ ഒരു ചെറിയൊരു പ്രായത്തിലൊന്നും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരു നല്ലൊരു എന്താ പറയുക ശരിയാവുന്നൊരു കാര്യമല്ല. അപ്പോൾ അത്രയും മനക്കട്ടിയുള്ളവർ പോയി കാണുക എന്നാണ് ഞാൻ പറയണത് ഇതിൽ. പിന്നെയുള്ള നമ്മുടെ ഷമ്മി തിലകൻ്റെ മകനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു ഇതും നന്നായിരുന്നു. അഭിമന്യു എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ ആൻസൺ പോൾ ഉണ്ട്, പിന്നെ യുക്തി തരേജ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്. പിന്നെ കബീർ ദുഹാൻ സിംഗ് ഞാൻ പറഞ്ഞല്ലോ, വില്ലൻ, ഒരു അന്യായ വില്ലനായിരുന്നു പുള്ളി. പിന്നെ രാഹുൽ ദേവ്, ജയപ്രകാശ്, പിന്നെ ഷാജി ചൻ, ശ്രീജിത്ത് രവി ഉണ്ട്. അങ്ങനെ എല്ലാ ആക്ടേഴ്സും അവരവരുടെ പരിപാടികൾ നല്ല കിണ്ണം കാഴ്ചയായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികളെല്ലാം. പിന്നെ എനിക്കിതിൽ പ്രത്യേകത തോന്നിയത് ഇവരെ അണിയറ പ്രവർത്തകർ കറക്റ്റായിട്ട് ഈ സിനിമ എന്ത് തരം സിനിമയാണെന്ന് ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വയലൻസ് സിനിമയാണെന്നുള്ള രീതിയിൽ കാണിച്ചിരുന്നു. പക്ഷെ ഇത്രയും ബ്രൂട്ടാലിറ്റി ഉണ്ടെന്ന് നമ്മളിപ്പോൾ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ബ്രൂട്ടൽ വയലൻസ് ഫിലിമായിരിക്കും ഇന്ത്യയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ ഫിലിം ഞാൻ കണ്ടിട്ടില്ല. കൊറിയൻ ഫിലിംസ് അങ്ങനത്തെ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു രീതിയിൽ കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിൻ്റെ ഒരു ഡബിൾ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ കില്ലിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ വില്ലന്മാരെ വെറുതെ നമ്മൾ പോയി കൊല്ലുകയല്ല, ആ നായികനെ കൊന്നിട്ട് അതിൻ്റെ ഒരു ഇത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ എങ്ങനെ വില്ലന്മാരെ കൊല്ലാന്നുള്ളത് ഓരോ പ്രേക്ഷകനും എങ്ങനെ കൊന്നാലും അവൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് ആ കില്ലിടുന്നത്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിലും നിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പക്ഷെ അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയോന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. പിന്നെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ണിയുടെ വൺ മാൻ ഷോ ആണ്, അതിൽ സംശയമില്ല. പിന്നെ ഫൈറ്റ് ചെയ്തേക്കുന്നത് കാലൈ കിങ്സൺ. ഒരു അന്യായ രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തു വെച്ചാണ്. പുള്ളിയുടെ ആ ഓരോ കട്ട്സും കാര്യങ്ങളും ഓരോ എന്താ പറയുക ചെയ്തു വെച്ചാണ് പരിപാടികളെല്ലാം പക്കയാണ്. പിന്നെന്താ പറയുക, കൂടുതൽ ഇതിൽ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സായി പോവും. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട്, അതായത് ഇതാണ് പറഞ്ഞത്, ബ്രൂട്ടൽ വയലൻസ് ഫിലിം കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും പോയി കണ്ടോ. എന്താ പറയുക, പൈസ വസൂലാണ്, ഒരു ഇതും വിചാരിക്കേണ്ട, അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് ലോലഹൃദയർ പോയി കാണണ്ട, അത് പ്രത്യേകം ഞാൻ എടുത്തു പറയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഥയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ തന്നെ. അതായത് ഒരു 2 ഫാമിലീസ് തമ്മിലുള്ള ഒരു ഗ്യാങ് വാറും പരിപാടിയൊക്കെയാണ് സംഭവം. പക്ഷെ അതിൻ്റെ ഒരു മേക്കിങ്ങും പരിപാടികളും കൊണ്ടാണ് പടം എന്താ പറയുക മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ എന്നിലൊരു പ്രേക്ഷകനെ ഒരു വയലൻസ് ഫിലിം കണ്ട് എന്താ പറയുക, മറ്റേ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന പരിപാടി കയറ്റി വെച്ച സാധനമാണ്. ഞാനപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 ഔട്ട് ഓഫ് 9 തന്നെ ഞാൻ കൊടുക്കും. കാരണം ഈ വക സാധനം നമുക്കറിയാം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ ആണെങ്കിൽ പോലും നമുക്കത് ഈ രീതിക്ക് ഒരു ചെയ്ത് വെച്ചെങ്കിലും പരിപാടി വെച്ച് നോക്കുമ്പോൾ ഞാനൊരു 10 ഔട്ട് ഓഫ് 9 കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.